നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. അപ്ഡേറ്റർ സർവീസസ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ IPO ശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് വളരെ മികച്ച ഒരു കമ്പനിയാണ്. സോഫ്റ്റ് സർവീസസ്, പ്രൊഡക്ഷൻ സപ്പോർട്ട് സർവീസസ്, അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസസ്, പിന്നെ ജനറൽ സ്റ്റാഫിംഗ്, എംപ്ലോയീസ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ സർവീസസ്, ഇങ്ങനെയൊക്കെ നാഷണലും ഇൻ്റർനാഷണലുമായ ക്ലയൻസിന് സർവീസസ് നൽകുന്ന ഒരു മികച്ച കമ്പനിയാണ് ഇത്. സെപ്റ്റംബർ 25 മുതൽ 27 വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 640 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 400 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. നമുക്കിപ്പോൾ ഈ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. അപ്ഡേറ്റർ സർവീസസ് ലിമിറ്റഡ് 1990 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. UDS എന്നറിയപ്പെടുന്ന ഈ കമ്പനി ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് സർവീസസും ബിസിനസ് സപ്പോർട്ട് സർവീസസുമാണ് പ്രധാനമായിട്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനി കൂടിയാണ് UDS. മാത്രമല്ല, ഈ സർവീസുകളുടെ വൈവിധ്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് UDS എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കമ്പനിയുടെ സർവീസസിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുക. അതായത് ഒന്ന് ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തേത് ബിസിനസ് സപ്പോർട്ട് സർവീസസ്. അതിൽ ആദ്യത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റും മറ്റു സർവീസസും എന്നുള്ള ഗ്രൂപ്പിൽ വരുന്നത് സോഫ്റ്റ് സർവീസസ് ആണ് പ്രധാനമായി. സോഫ്റ്റ് സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫീസിൻ്റെ അന്തരീക്ഷം, എൻവിറോൺമെൻറ്റ് വളരെ മനോഹരമാക്കുക, വിൻഡോസ് എല്ലാം വളരെ നന്നായിരിക്കുക, ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള മനോഹരമാക്കി വെക്കുക എന്നുള്ള സോഫ്റ്റ് സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ പ്രൊഡക്ഷൻ സപ്പോർട്ട് സർവീസസ്, പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള, പിന്നെ എഞ്ചിനീയറിംഗ് സർവീസസ്, എഞ്ചിനീയറിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റ് സർവീസസ് എല്ലാം നൽകുക. പിന്നെ വാഷ്റൂം ആൻഡ് ഫെമിൻ ഹൈജീൻ, വാഷ്റൂം മെയിൻ്റനൻസ്, വനിതകൾക്ക് ആവശ്യമുള്ള സാനിറ്ററി വസ്തുക്കളുടെ നൽകലും അത് മെയിൻറ്റെയിൻ ചെയ്യലും, അതുപോലെ തന്നെ വെയർഹൗസ് മാനേജ്മെൻറ്റ്, ജനറൽ സ്റ്റാഫിനെ കൊടുക്കുന്ന കാര്യത്തിലും, പുതിയ സ്റ്റാഫിനെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് മുതലായ കാര്യങ്ങൾ, വെയർഹൗസ് മാനേജ്മെൻറ്റ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കേറ്ററിങ്, അവരിലേക്ക് ഭക്ഷണം എല്ലാം നൽകൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് ബിസിനസ് സപ്പോർട്ട് സർവീസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ UDSൻ്റെ 2 സബ്സിഡിയറി കമ്പനികൾ, അതായത് ധനാവയും അധീനയും, ഈ 2 സബ്സിഡിയറി കമ്പനികളാണ് ആ കാര്യത്തിൽ ക്ലയൻസിനെ സഹായിക്കുന്നത്. അതുകൂടാതെ എംപ്ലോയീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് ഉണ്ട്. അതായത് പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുക, മുൻ എംപ്ലോയറുടെ അടുത്തുനിന്ന് അവരെന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ കമ്പനികൾ ചെക്ക് ചെയ്യുമല്ലോ. അതെല്ലാം പരിശോധിക്കുന്ന ജോലി കൂടി ഈ കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓഡിറ്റ് ആൻഡ് അഷ്വറൻസ് സർവീസസ്, അത് ചെയ്യുന്നത് ഈ കമ്പനിയുടെ തന്നെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള മാട്രിക്സ് ആണ്. അവർ ഓഡിറ്റ് കാര്യത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് മാട്രിക്സ്. അത് ഈ കമ്പനിയുടെ സബ്സിഡിയറിയാണ്. പിന്നെ എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസ് കമ്പനി നൽകുന്നുണ്ട്. മെയിൽ റൂം മാനേജ്മെൻറ്റ് സർവീസസും അവരുടെ ഒരു സബ്സിഡിയറി വഴിയാണ് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രധാനപ്പെട്ട കമ്പനിയുടെ സേവനങ്ങളാണെന്ന് മാത്രമല്ല ഡൈവേഴ്സിഫൈഡ് സേവനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ യുണീക്കാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് എന്നുള്ള ആ സർവീസസ് ഏകദേശം 1427 കസ്റ്റമേഴ്സിന് ഇവർ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വൽസ് അല്ല, വലിയ ബിസിനസ് കൺസേണുകളാണ്. പിന്നെ മറ്റൊരു കാര്യം, ബിസിനസ് സപ്പോർട്ട് സർവീസസ് എന്നുള്ള മറ്റേ കാറ്റഗറിയിലുള്ള സർവീസസ് നൽകുന്നത് 1669 ക്ലയൻസിനുമാണ്. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ പ്ലെയറാണ്. ഇന്ത്യ മുഴുവൻ അവരുടെ സർവീസസ് ലഭ്യമാണ്. 4331 ലൊക്കേഷനുകളിൽ അവർ സേവനം നൽകുന്നുണ്ട്. 116 ഓഫീസുകളാണ് ഇന്ത്യയിൽ കമ്പനിക്കുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഏകദേശം 13 ഓഫീസുകളാണ് കമ്പനി ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എംപ്ലോയീസിൻ്റെ നമ്പറാണെങ്കിൽ 65,627 എംപ്ലോയീസ് വരും, ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. കമ്പനിയുടെ പ്രൊമോട്ടർ ചിത്രത്തിൽ കാണുന്ന രഘുനന്ദന താങ്ക്രാലയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും അതുകൂടാതെ മാനേജിംഗ് ഡയറക്ടറും.
പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ശാന്തി താങ്കുരാലയും ഇതിൻ്റെ പ്രൊമോട്ടറാണ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 80.58% ഓഹരികളും ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ്. ഇത്രയും വലിയ കസ്റ്റമേഴ്സൊക്കെ ഉള്ള കമ്പനിയുടെ എടുത്തു പറയാവുന്ന ചില പേരുകൾ: പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ ഹോം പ്രോഡക്ട്സ് ലിമിറ്റഡ്, അതുകൂടാതെ ആദിത്യ ബിർല ഫാഷൻ ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, പിന്നെ മൈക്രോസോഫ്റ്റ്, ഹയുണ്ടായി, സെയിൻ ഗോബിൻ, ഇങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 400 കോടി രൂപ, അതിൽ 133 കോടി രൂപ അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ചില പേയ്മെൻറ്റുകൾ കൊടുത്തു തീർക്കുന്നതിനും ചില കടബാധ്യതകൾ തീർക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഒരു 115 കോടി രൂപ അവർ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക്, പ്രവർത്തന മൂലധനമായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക്, എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ട് ഒരു 80 കോടി രൂപ മാറ്റിവെക്കുന്നു. ബാക്കിയുള്ളത് കമ്പനിയുടെ ജനറലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുമെന്ന് പറയുന്നു. ഇനി നമുക്ക് ലിസ്റ്റഡ് പിയർ കമ്പനികളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കാം. അപ്ഡേറ്റർ സർവീസസിൻ്റെ EPS 6.77 ബേസിക് EPS. അതിൻ്റെ കോമ്പറ്റീറ്ററായിട്ടുള്ള ലിസ്റ്റഡ് കമ്പനി ക്വെസ് കോർപ്പ് ലിമിറ്റഡ്, അത് 15.16 EPS കാണുന്നു ബേസിക്. SIS ലിമിറ്റഡ് 23.64 കാണുന്നു. ടീം ലീസ് സർവീസസ് 65.12 എന്ന് കാണുന്നുണ്ട്. ഇനി NAV നോക്കുകയാണെങ്കിൽ അപ്ഡേറ്ററുടെ 71.93 NAV പെർ ഷെയർ, ക്വെസ്സിൻ്റേത് 173.3, SISൻ്റേത് 160.11, ടീം ലീസിൻ്റേത് 472.38. അപ്പോൾ അവരുടെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. ഇഷ്യൂ രജിസ്ട്രാറിൽ ലിങ്കിഡ് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ്. ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസും മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റും SBI ക്യാപിറ്റൽ. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2021 മുതൽ 2023 വരെയുള്ള 3 വർഷത്തെ കണക്കുകളാണിത്. റവന്യൂ 1210.03 കോടി രൂപയുടെ 2021-ലെങ്കിൽ അത് അടുത്ത വർഷമായപ്പോഴത്തേക്ക് അത് വർദ്ധിച്ചിരിക്കുകയാണ്, 1453.55 കോടി രൂപയായി. 2023 ആയപ്പോഴത്തേക്കും 2098.89 കോടി രൂപയായിട്ട് ഇവരുടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കും, 35.58 കോടി രൂപയായിരുന്നു 2021-ലെങ്കിൽ അത് 54.65 കോടി രൂപയായിട്ട് ഉയരുകയാണ് 2022 ചെയ്തത്. പക്ഷേ 2023 അത് 48.17 താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വലിയൊരു കുറവ്, ഇടിവ് സംഭവിച്ചു എന്നൊരു തോന്നൽ നമുക്ക് സാധാരണ നിലയിൽ ഉണ്ടായേക്കാം. പക്ഷേ അത് 2023 ഈ കണക്കിൽ ഇത്രയും ഒരു താഴ്ച നെറ്റ് ഇൻകത്തിൽ കാണുന്നതിൻ്റെ കാരണം അവിടെ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചില എക്സ്പാൻഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൺ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ആ കണക്കുകളിൽ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നതല്ല. എക്സ്പാൻഷൻ പ്ലാനുമായിട്ട് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മാർജിൻ പെർസെൻറ്റേജും 2.94, ഇവിടെ 3.68. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത് ഒന്ന് കുറഞ്ഞ് 2.3 എന്നും കാണുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ വളരെ മികച്ചത് തന്നെയാണ്. ഇനി UDSൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 25 മുതൽ 27 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 280 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് പറഞ്ഞിട്ടുള്ളത്. 400 കോടി ഫ്രഷ് ഓഹരി, 240 ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 640 കോടി രൂപയ്ക്കുള്ളതാണ് ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. 50 ഷെയർസാണ് ഒരു ലോട്ട് റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ. 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാക്കി HNIസിനുമാണ് കൊടുക്കുന്നത്. BSEയിലും NSEയിലും ഇത് ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് 4-ാം തീയതിയും റീഫണ്ട് ഒക്ടോബർ 5-ാം തീയതിയും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ഒക്ടോബർ 6-ാം തീയതിയുമാണ്. ഇത് ലിസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 9-ാം തീയതിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പ്രൈസിങ് അഗ്രസീവ്ലി പ്രൈസ്ഡ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, 300 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ബോണസ് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിവിഡൻഡ് കൊടുത്ത ഒരു ചരിത്രം കാണാനില്ല. ഡിവിഡൻഡ് പക്ഷേ ഇനിയുള്ള പ്രോഫിറ്റ് വരുന്ന സമയത്ത് കമ്പനി കൊടുത്തേക്കാം. ബോണസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2011 82/1 എന്നുള്ള കണക്കിനാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ 2017 ഒരു പ്രാവശ്യം 45/10 എന്നുള്ള കണക്കിലും
ബോണസ് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. ഇത് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 66.7 മാറും ഇഷ്യൂ കഴിയുമ്പോൾ. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് 2001.08 കോടി രൂപയായിട്ടും വളരും. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് നമ്മൾ ഇത് വാങ്ങണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് വളരെ യുണീക്കായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. മാത്രമല്ല ഇവർ ഒരുപാട് അക്വിസിഷൻ പ്ലാനുകളും എക്സ്പാൻഷൻ പ്ലാനുകളും എല്ലാം കമ്പനിക്കുണ്ട്. അതുപോലെ തന്നെ മാർജിൻസ് ഒക്കെ വളരെ ഉയർന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി ഫ്യൂച്ചറിൽ വളരെ മികച്ച രീതിയിലേക്ക് വളരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്ഡേറ്റർ സർവീസസിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എഴുതണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് അയച്ചു കൊടുത്ത് നിങ്ങൾ വീഡിയോയെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇനി മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ നമ്മൾ വീണ്ടും കാണുന്നു. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.